ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 23 ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറുന്നു. കുംഭരാശിയിൽ രാഹുവും കുജനുമായിട്ടുള്ള അംഗാരക യോഗം. അപ്പോൾ കുജൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും അംഗാരക യോഗത്തിൻ്റെയും ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഫെബ്രുവരി 23 ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വാഗ്രഹം കുംഭരാശിയിലുണ്ടാകും. കുംഭരാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ 11ാം ഭാവരാശിയാണ്, നേട്ടത്തിൻ്റെ രാശിയാണ്. കുംഭരാശി വായു തത്വരാശിയാണ്. ആ കുംഭരാശിയിൽ രാഹു, സൂര്യൻ, ബുധൻ, ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറുന്നത്. ചൊവ്വയും രാഹുവുമായിട്ടുള്ള യോഗം, അംഗാരക യോഗം എന്നൊരു യോഗം ആ കുംഭരാശിയിൽ വരുന്നു. പൊതുവെ ഇച്ഛാശക്തി കൂടുന്ന സമയമാണ് എങ്കിലും ക്ഷമയില്ലായ്മയും അഗ്രസീവ് എനർജി കൂടുന്ന സമയമായിട്ടും ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്ന സമയമായിട്ടും നമ്മൾ ഈ സമയത്തെ കാണുന്നു. മാനസികമായിട്ടുള്ള സംഘർഷം കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പം എന്ത് തീരുമാനം നമ്മൾ എടുക്കുമ്പോഴും ഈ രാഹു കുജയോഗം വരുമ്പോൾ അതീവ ശ്രദ്ധ വേണം. അതായത് നമുക്ക് സമ്മർദ്ദങ്ങളുടെയൊക്കെ സമയമായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ നിയമസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് പ്രവചനാതീതമായിട്ടുള്ള നേട്ടങ്ങളോ കോട്ടങ്ങളോ ഈ സമയത്ത് സംഭവിക്കാം എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കുംഭരാശിയിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റവും അംഗാരക യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റവും അംഗാരക യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് എന്തായിരിക്കും ഈ അംഗാരക യോഗത്തിൻ്റെ ഇമ്പാക്റ്റ് നോക്കാം. ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ചൊവ്വ, അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് ചൊവ്വ. അപ്പോൾ 1ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഫെബ്രുവരി 23 അവരുടെ 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വാഗ്രഹം 11ാം ഭാവരാശിയിലുണ്ടാകും. 11 ഇപ്പോൾ രാഹു ഉണ്ട്, സൂര്യനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. ഈ സമയത്താണ് ചൊവ്വാഗ്രഹം 11 രാശി മാറുന്നത്. അപ്പോൾ 11ാം ഭാവം എന്ന് പറയുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനമാണ്. ജ്യേഷ്ഠ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹ്യ ബന്ധങ്ങളുടെയൊക്കെ രാശിയാണ്. പൊതുവെ നമ്മുടെ പ്രതീക്ഷകൾ നിറവേറ്റാനാകാവുന്ന സ്ഥാനത്താണ് ആ ചൊവ്വാഗ്രഹം വരുന്നത്. അപ്പോൾ പൊതുവെ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനാഗമം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനാകും. ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പോരാട്ട വീര്യമൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പണപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ഈ ചൊവ്വ 8ാം ഭാവാധിപനായതുകൊണ്ട് ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് രാവുവും ചൊവ്വയും ആ 11 യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് കോമ്പറ്റിറ്റീവ് തലങ്ങളിൽ, മത്സര പരീക്ഷകളിൽ ഒക്കെ തന്നെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് സംരംഭങ്ങളിലും ഒക്കെ തന്നെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടാകാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ
തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് പൊടുന്നനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം. ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ സ്ട്രെയിൻഡ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ധനപരമായിട്ട് ആ ധനം വിനിയോഗിക്കുന്നതിലൊക്കെ ഒരു കെയർ വേണം. കഴിവതും റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിൽ പണം മുടക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതേസമയം പണം നമുക്ക് കൈവശം വരുന്നതിനുള്ള നിരവധി സോഴ്സുകൾ ഈ സമയത്തുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ടെക്നോളജി, അതുപോലെ എൻജിനീയറിംഗ്, അതുപോലെ ഡിഫൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പിലും അതുപോലെ നമ്മുടെ പ്രണയബന്ധത്തിലുമൊക്കെ തന്നെ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. രാഹുവും ചൊവ്വയുമായിട്ടുള്ള ആ യോഗം, പ്രത്യേകിച്ച് അങ്കാരക യോഗം, നമ്മുടെ അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അത് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ പ്രേരിപ്പിക്കാം. അപ്പോൾ ആ ചൊവ്വ 2, 5, 6 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാകാവുന്ന സംഭവവികാസങ്ങൾ ഈ സമയത്തുണ്ടാകാം. അത് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ വഴിതെളിക്കാം. അവിടെയൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ ധനപരമായിട്ട് പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിൽ ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം എന്ത് തടസ്സങ്ങൾ വന്നാൽ തന്നെയും അത് ഓവർകം ചെയ്ത ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ശേഷി ഈ കുറുകാർക്ക് ഈ ചൊവ്വ 11ാം ഭാവരാശിയിലേക്ക് വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും രാഹുവും ചൊവ്വയുമായിട്ടുള്ള യോഗം ആ കുംഭരാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. ഫെബ്രുവരി 23-ന് ആ ചൊവ്വ അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10ലേക്കാണ് രാശി മാറുന്നത്. അത് ഏപ്രിൽ 1 വരെ ആ ചൊവ്വാഗ്രഹം 10ാം ഭാവരാശിയിലുണ്ടാകും. 10ലിപ്പോൾ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതുപോലെ ബുധൻ, രാഹു, ശുക്രൻ ആ 10ൽ സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ആ ചൊവ്വാഗ്രഹം 10ലേക്ക് രാശി മാറുന്നത്. 10ാം ഭാവം പൊതുവെ നമുക്ക് കർമ്മസ്ഥാനമാണ്, നമ്മുടെ ഉപജീവന മാർഗസ്ഥാനം എന്ന് പറയാം. അതുപോലെ നമുക്ക് അറിവ്, ആദരവ്, സെൽഫ് റെസ്പെക്റ്റ് ഇവയുടെയൊക്കെ സ്ഥാനമാണ് ഈ 10ാം ഭാവം എന്ന് പറയുന്നത്. അവിടെ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ ചൊവ്വയ്ക്ക് 10ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ചൊവ്വയ്ക്ക് ദിഗ്ബലം ഉണ്ടാകും. നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കിലൊക്കെ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും. തൊഴിലിലൊക്കെ ഉയർന്ന അധികാരത്തിനുള്ള ആഗ്രഹമൊക്കെ കൂടുന്ന സമയമായിരിക്കും. പൊതുവെ തൊഴിലിടത്ത് ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കുന്നതും ആർക്കും വഴങ്ങുന്ന ഒരു സ്വഭാവം ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകണമെന്നില്ല. രാഹുവും കുജനും ഒക്കെ യോഗം 10ൽ വരുമ്പോൾ തൊഴിലിടത്ത് റിലേഷൻഷിപ്പ് സുഖകരമാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക. തൊഴിലിൽ ചിലപ്പോൾ സഡൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അധികാരസ്ഥാനത്ത് ചിലപ്പോൾ തർക്കങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ തൊഴിലിടത്ത് റാഷായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു പ്രവണത ഈ സമയത്തുണ്ടാകും. അപ്പം അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാവൽ ഈ സമയത്ത് വരാം. അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ പൊടുന്നനെ ഉണ്ടായെന്ന് വരാം. കൂടുതൽ ഡിപ്ലോമാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ഭാവത്തിൻ്റെ 4ലാണ്. ജീവിത പങ്കാളിയുടെ ഫാമിലിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ചൊവ്വയും രാഹുവും 10ാം ഭാവരാശിയിൽ നിൽക്കുക വഴി. അതുപോലെ ചൊവ്വ 7ഉം 12 ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് കുജന് അല്പം മാരകത്വമുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രവർത്തന മേഖലയിൽ അല്പം ക്ഷമ, നിയന്ത്രണം ഒക്കെ വേണ്ടുന്ന സമയമാണ്. കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പെരുമാറ്റം
ഒരു മനോഭാവം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. തൊഴിലിലായാലും ബിസിനസ്സിലായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളുണ്ടാകും. 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുക്കളുടെയൊക്കെ സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹാർദ്ദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. കുജദൃഷ്ടി ജന്മരാശിയിലുണ്ട്. 4, 5 രാശികളിലും ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ അഗ്രസീവായിട്ടുള്ള എനർജി കൂടാവുന്ന സമയമാണ് എന്നുള്ളതിനാൽ മുൻകോപമൊക്കെ കുറയ്ക്കണം. പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കഴിവതും സഡനായിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിന്തിക്കാതെയുള്ള റിയാക്ഷൻ ചില പ്രയാസങ്ങൾ ഈ സമയത്തുണ്ടാക്കും. പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് മനസ്സിലാക്കുക. പൊതുവെ ആത്മവിശ്വാസം, ചുറുചുറുക്ക് ഒക്കെ കൂടുന്ന സമയമാണ്. അതുകൊണ്ട് വർക്കിലൊക്കെ ആക്റ്റീവ് ആകും. അതേസമയം കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഭിന്നത, പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, മാതാവ് സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അവിടേക്ക് ഒരു കെയർ കൊടുത്തു പോകണം. അതുപോലെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ കുംഭരാശിയിൽ രാശി മാറുന്നതും അതുപോലെ രാഹുവും ചൊവ്വയുമായിട്ട് കുംഭരാശിയിൽ യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകേര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ 6ഉം 11ഉം ഭാവാധിപനാണ്. ആ ചൊവ്വ ഫെബ്രുവരി 23-ന് അവരുടെ 9-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വ 9-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 9-ൽ രാഹുവുണ്ട്, സൂര്യനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. ഈ സമയത്താണ് ചൊവ്വ 9-ലേക്ക് രാശി മാറുന്നത്. ആ കുജനും രാഹുവുമായിട്ടുള്ള യോഗം ആ 9-ലാണ് വരുന്നത്. അങ്ങനെ അങ്കാരക യോഗം 9-ൽ സംഭവിക്കും. അപ്പം പൊതുവെ ഈ 9-ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് പിതാവിൻ്റെ സ്ഥാനമാണ്, ഭാഗ്യസ്ഥാനമാണ്, ധർമ്മപ്രവർത്തനങ്ങളുടെയും സ്ഥാനമാണ്, ഉന്നത പഠനത്തിൻ്റെ സ്ഥാനമാണ്, ദൂരയാത്രയുടെ വിദേശയാത്രയുടെയൊക്കെ സ്ഥാനമാണ്, നമ്മുടെ യശസ്സിൻ്റെയൊക്കെ സ്ഥാനം, ഉന്നത ചിന്തകളുടെയൊക്കെ സ്ഥാനമാണ് ഈ 9-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെയാണ് ആ ചൊവ്വ വരുന്നത്. ഇപ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് 11-ൻ്റെ 11-ാം ഭാവമാണ് എന്ന് പറയുമ്പോൾ അത് ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ജോയിൻ്റ് സംരംഭങ്ങൾ, അവ വഴിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. ചൊവ്വ 6-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ കോമ്പറ്റിറ്റീവ് തലങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വ്യവഹാരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് ഈ വ്യവഹാരങ്ങൾ വഴിയൊക്കെ ഭൂമിയൊക്കെ കൈവശം വന്നു ചേരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ഈ ഉന്നത പഠനം ഒക്കെ നടത്തുന്നവർ 9-ൽ രാഹുവും കുജനും ഒക്കെ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് അത് ഒരു രാഹു കുജ യോഗം 9-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർ, പ്രത്യേകിച്ച് അധ്യാപകരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അവിടേക്കൊരു കെയർ വേണം. ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, അതുപോലെ പിതൃസമാനരായവർ, അവരോടൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെയും ശ്രദ്ധിക്കണം. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അതൊക്കെ ചിലപ്പോൾ ശത്രുതയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർ ചെയ്യേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാതെയൊക്കെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ അത് ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാമെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അന്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കർമ്മങ്ങളിൽ നിന്ന് കഴിവതും ഈ സമയത്ത് വിട്ടുനിൽക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. അതുപോലെ താത്വിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് തർക്കതലങ്ങളിലേക്ക് പോകാതിരിക്കാനും കൂടെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദൂരയാത്രകൾ, അതുപോലെ വിദേശയാത്രകൾ, ഇവയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അവയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൊടുന്നതിനെ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചൊവ്വ 12-ൽ ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ 3, 4 ഭാവരാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്രകളിലൊക്കെ അല്പം കെയർ വേണം. ചതി, വഞ്ചന ഇവ വഴിയൊക്കെ തന്നെ പണം നഷ്ടപ്പെടാതെ നോക്കണം. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് വേണ്ടിവരും. സഹോദരങ്ങളോടും അതുപോലെ മറ്റ് ബന്ധുക്കളോടുമുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം.
ഫാമിലി പ്രോപ്പർട്ടിമേലോ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ പൊടുന്നനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ചൊവ്വ കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കുംഭരാശിയിൽ ആ ചൊവ്വയും രാഹുവുമായിട്ടുള്ള യോഗം വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ്. ഈ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 5ഉം 10ഉം ഭാവാധിപനാണ്. ചൊവ്വ യോഗകാരകനാണ്. ആ യോഗകാരകനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഫെബ്രുവരി 23-ന് അവരുടെ അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വ അഷ്ടമരാശിയിൽ ഉണ്ടാകും. അഷ്ടമരാശിയിൽ മറ്റു 4 ഗ്രഹങ്ങൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. പ്രത്യേകിച്ച് രാഹു, സൂര്യൻ, ബുധൻ, ശുക്രൻ ഈ അഷ്ടമരാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ചൊവ്വയും അഷ്ടമരാശിയിലേക്ക് രാശി മാറുന്നത്. ഇപ്പം പൊതുവെ അഷ്ടമരാശി എന്ന് പറയുമ്പോൾ അഷ്ടമരാശിയിലാണ് ഈ രാഹുവും കുജനുമായിട്ടുള്ള അങ്കാരക യോഗം വരുന്നത്. ഇപ്പം പൊതുവെ അഷ്ടമരാശി എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ ഒരു പരിവർത്തനത്തിൻ്റെയൊക്കെ രാശി എന്ന് പറയാം. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ അവയുടെയൊക്കെ സ്ഥാനമാണ് ഈ അഷ്ടമ രാശി എന്ന് പറയുന്നത്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഷ്ടമത്തിൽ വരിക, രാഹുവുമായിട്ട് യോഗം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ ഒരു ഭയം, അല്ലെങ്കിൽ തൊഴിലിൽ സഡൻ മാറ്റങ്ങൾ, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസ്ഫർ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില റിസ്ക് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അപകടം ഉണ്ടാകാവുന്ന വർക്ക് ചെയ്യുന്നവർ വർക്കിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 10ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11-ലാണ് എന്നുള്ളത് കൊണ്ട് ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ രാഹു ചൊവ്വ യോഗം 8 നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പഴയ പ്രശ്നങ്ങൾ പൊന്തി വരുന്നതിനും അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ജോയിൻ്റ് അസറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പ്രകോപനപരമായിട്ടൊക്കെയുള്ള റിയാക്ഷൻ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ സമയത്ത് വരാം. പ്രത്യേകിച്ച് പൈൽസ്, അതുപോലെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ചൊവ്വ 5ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് സന്താനങ്ങളുടെ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ സന്താന ലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർ അവരുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ പൊതുവെ പഠനത്തിലും ഒക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതേസമയം ചില മേഖലകൾ, പ്രത്യേകിച്ച് ഗവേഷണം, നിരീക്ഷണം ഇത്യാദി മേഖലകളിൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ, അതുപോലെ അന്വേഷണ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ പൊതുവെ, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാഹുവും ചൊവ്വയും ഒക്കെ യോഗം അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കുജൻ അഷ്ടമരാശി നിന്നുകൊണ്ട് അതിൻ്റെ ഈ കൂറുകാരുടെ 2, 3, 11 രാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ചില അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ചില സാമ്പത്തിക നേട്ടം ചിലർക്ക് ഈ സമയത്തുണ്ടായെന്ന് വരാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെയൊക്കെ ഒരു കെയർ വേണം. സംസാരത്തിൽ ശ്രദ്ധിക്കണം. ആഹാരത്തിലും കെയർ വേണം. അതുപോലെ കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ ഈ സമയത്ത് ഒഴിവാക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. കഴിവതും വികാരങ്ങൾക്ക് വിധേയമാകാതെ വിവേകപൂർവ്വം ബിഹേവ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.